പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള തിയോഡേഷ്യസ് അച്ഛ, ജോമിനച്ച, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്ന് ട്രിവാൻഡ്രം രൂപതയിലെ വൈദികനാണ് ഫാദർ തിയോഡേഷ്യസ് അച്ഛൻ്റെ ജന്മദിനമാണ്. നമുക്ക് അച്ഛന് വേണ്ടി ഇന്ന് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഇവിടെ ജൂലൈ മാസം മുതൽ നമ്മുടെ കൂടെയുള്ള, കഴിഞ്ഞ ജൂലൈ മാസം മുതൽ നമ്മുടെ കൂടെയുള്ള ഫാദർ ജോസഫ് ഡിക്രൂസ് അച്ഛൻ്റെ സഹോദരി, ഒരേ ഒരു സഹോദരിയാണുള്ളത്. അവർ 4 മക്കളാണ്. അതിൽ സഹോദരിക്ക് ഒരു ഗുരുതരമായ രോഗാവസ്ഥയിലാണ്. അച്ഛൻ സഹോദരിയെ കാണാൻ വേണ്ടി കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അച്ഛനെയും സമർപ്പിക്കാം, സഹോദരിയെ സമർപ്പിക്കാം. നമ്മൾക്ക് വേണ്ടി എന്നും ജൂലൈ മാസം മുതൽ ബലിയർപ്പിച്ച അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നമ്മുടെ കടമയാണ്. അച്ഛൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നമ്മുടെ കടമയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്വർഗീയമായ ഒരു ഇടപെടൽ, സൗഖ്യം വന്ന് നിറയാൻ വേണ്ടി, വലിയ ആശ്വാസം വന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും വിവിധങ്ങളായ വിഷയങ്ങളുമായിട്ടാണ് മാതാവിൻ്റെ ഈ സന്നിധാനത്തിൽ വന്നിരിക്കുന്നത്. സങ്കടങ്ങൾ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സങ്കേതത്തിൽ നമുക്കതൊക്കെ ഇറക്കി വയ്ക്കാം. ദൈവം തന്നെ ഇടപെടട്ടെ. മനുഷ്യർക്ക് എത്രമാത്രം ആശ്വാസം നൽകാൻ പറ്റും? നമ്മുടെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നിങ്ങൾക്ക് നൽകപ്പെടട്ടെ. അങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ തീർത്ഥാടനം എന്തുകൊണ്ടും അഭിഷേകമായി മാറട്ടെ. ഈ ബലിയർപ്പണം അനുഗ്രഹമായി മാറട്ടെ. അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നക്ഷത്രത്തിൻ്റെ മാർഗനിർദ്ദേശത്താൽ വെളിപ്പെടുത്തപ്പെട്ട ലോകരക്ഷകന്റെ ജനനം ഞങ്ങളുടെ മനസ്സിലെന്നും വെളിപ്പെടാനും വളരാനും ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: വാത്സല്യമുള്ളവരെ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായ്ക കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. കർത്താവിൻ്റെ വചനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രയേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റാരും ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. Hallelujah, 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 hallelujah. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. Hallelujah, 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 hallelujah.
Hallelujah, 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 Hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചില മേഖലകളിലെങ്കിലും പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം. അതിന് വിജയിക്കാനായിട്ടുള്ള വഴി ഇന്നത്തെ ഒന്നാം വായനയിൽ ആദ്യത്തെ വചനം തന്നെ 1 യോഹന്നാൻ 5:5. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഒരു വിശ്വാസി എന്ന നിലയിൽ ഈശോയെ ഏറ്റുപറയലാണ് രക്ഷപ്പെടാനായിട്ടുള്ള എളുപ്പവഴി. അതുകൊണ്ടാണ് റോമാക്കാർക്ക് ഇത് ലേഖനം 10-9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പിതാവായ ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. 2 കാര്യങ്ങളാണ്: അധരം കൊണ്ട് ഏറ്റുപറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് അത് സമഗ്രമായ രക്ഷയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് കഴിയും ഈശോയെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ. അത് അനുഭവമുള്ളവരുണ്ട്. ചിലപ്പോൾ അത് പരീക്ഷിച്ച് അതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചവരുണ്ടാകാം. പക്ഷെ ദൈവം നിങ്ങളെ ബോധ്യപ്പെടുത്തും. കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കർത്താവിനെ ഏറ്റുപറയാനായിട്ടുള്ള ബെസ്റ്റ് വഴി, നമ്മളിങ്ങനെ ഏറ്റുപറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി പറയും? ഒരു പബ്ലിക്കായിട്ട് പ്രസംഗിക്കാൻ നമുക്ക് അവസരങ്ങളില്ലല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ പറയും? അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. വളരെ സ്വസ്ഥമായി മിണ്ടാതെ ശാന്തമായി ജീവിക്കുന്നവർക്ക് എങ്ങനെ കർത്താവിനെ ഏറ്റുപറയാൻ പറ്റും? അതിനുള്ള 2 ഏക വഴികളാണ് നമുക്ക് സാധിക്കുന്ന വഴികൾ: കുമ്പസാരവും കുർബാന സ്വീകരണവും. അതെങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതായത് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ആ രക്ഷ നമുക്ക് സ്വന്തമാകണമെങ്കിൽ നമ്മൾ കുമ്പസാരിക്കണം. ഇപ്പോൾ ഒരു പാത്രത്തിൽ എവിടെയെങ്കിലും കുറച്ച് ഭക്ഷണം അല്ലെങ്കിൽ ലഡു, എന്തെങ്കിലും ഒരു മധുര പലഹാരം എടുക്കാൻ പറ്റിയ വിധത്തിലുള്ള പലഹാരം വെച്ചിരിക്കുകയാണെന്ന് കരുതുക. അത് നമ്മൾ പോയി എടുക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തമാകുന്നത്. അല്ലെങ്കിൽ അതെവിടെയോ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ യേശു മരിച്ച ആ രക്ഷ നമ്മുടെ സ്വന്തമാകണമെങ്കിൽ അതെവിടെയോ ഇരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ അത് ചിലപ്പോൾ അവസാനിക്കും. അത് നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ കുമ്പസാരിക്കണം. കാരണം എന്താണെന്നറിയാവോ? ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രസാദവരം അത് നമ്മളിലേക്ക് സംലഭ്യമാകുന്നത് കുമ്പസാരത്തിലൂടെയാണ്. വേറെ വഴി ഇല്ല. പ്രസാദവരം കിട്ടാൻ വേറൊരു കുറുക്ക് വഴിയില്ല. പ്രസാദവരം കിട്ടാൻ, ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവം കിട്ടാൻ ഒന്ന് നമ്മൾ കുമ്പസാരിക്കണം,
പിന്നെ ഒരാൾ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യണം. നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈശോയാണ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരിഹാരം ചെയ്ത ഈശോ അങ്ങനെ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കുമ്പസാരിക്കണം. കുമ്പസാരിച്ചാൽ മാത്രമേ ആ രക്ഷയിൽ നമുക്ക് പങ്കുപറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രസാദവരം ഈസ് ഈക്വൽ ടു ഈശോയുടെ കുരിശുമരണം. അപ്പോൾ എന്തുമാത്രം വിലയാണ് ഈ പ്രസാദവരത്തെ രക്ഷയ്ക്ക്, എന്തുമാത്രം വിലയാണ്. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നൊരു കാര്യമാണ്, ഈശോയെ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, എന്നിട്ട് എനിക്ക് തരുന്ന അനുഗ്രഹമാണ് പ്രസാദവരം. അത് ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നതാണ്. അതെനിക്ക് ബോധ്യം വന്നിട്ടുള്ളൊരു സംഭവമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ കഥ പറയുന്ന ഭാഗത്ത് ധൂർത്തപുത്രനൊരു പാപം ചെയ്തെങ്കിലും തിരിച്ചു വന്ന് അത് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അയാൾക്കൊരു ആത്മീയമായ അനുഭവം മാത്രമല്ല, നമ്മളൊക്കെ വിചാരിക്കുന്നത് കുറച്ച് ഭക്തർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുമ്പസാരം. നമ്മളെ കൊണ്ടൊന്നും പറ്റുകയില്ല, നമ്മൾ കുറച്ച് ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് അതെങ്ങനെ നടക്കാനാണ്. പക്ഷേ കുമ്പസാരം കഴിഞ്ഞാൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഭൗതികമായ അനുഗ്രഹങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ധൂർത്തപുത്രന് വളരെ പ്രതീകാത്മകമായിട്ട് വസ്ത്രം, ചെരിപ്പ്, ഭക്ഷണം, വീട്ടിൽ വലിയ വിരുന്ന്, അതിൻ്റെ കൂടെ സമാധാനം, സ്വസ്ഥത, ഇതെല്ലാം കിട്ടുന്നത്. അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്, ഭൗതിക അനുഗ്രഹങ്ങൾ. അതും ആഗ്രഹിച്ചല്ലേ നമ്മൾ പലരും വന്നിരിക്കുന്നത്. ജോലി, കുഞ്ഞ്, വിവാഹം, കടബാധ്യത മാറണം, വീട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ കുമ്പസാരത്തിലൂടെ ഒരു സമഗ്ര വിമോചനം നൽകാൻ ദൈവത്തിന് സാധിക്കും. കാരണം കുമ്പസാരത്തിലൂടെ ഈശോയുടെ മരണത്തെ നമ്മൾ ഏറ്റുപറയുകയാണ്. അതൊരു നിസ്സാര കാര്യമായി പരിഗണിക്കാതെ അതിന് വില കൊടുക്കുകയാണ്. ഇനി കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മൾ ഏറ്റുപറയുകയാണ്. അത് 1 കൊരിന്ത്യർ 11:26 നമ്മൾ അപ്പം ഭക്ഷിക്കുമ്പോഴും പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ തിരുശരീരം എന്ന് പറഞ്ഞ് പുരോഹിതൻ പരിശുദ്ധ കുർബാന നീട്ടുമ്പോൾ ലാറ്റിൻ ക്രമത്തിൽ ആമേൻ എന്ന് പറയും. ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് കുർബാന സ്വീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അപ്പമായി തീർന്ന ഈശോയുടെ ശരീരം ഇതാ എന്ന് പറയുമ്പോൾ വിശ്വാസി ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയല്ലേ. അപ്പോൾ കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ നമ്മൾ ഏറ്റുപറയുകയാണ്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ പിതാവായ ദൈവം മരിച്ചവൻ ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇന്ന് കുഷ്ഠരോഗി അയാൾ പറയുന്നത്, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ ഈശോ പറയും, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയാകട്ടെ. കൂദാശ എന്ന വാക്ക് കാദേശ് എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. കാദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? വിശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം. കാദേശ് വേർതിരിച്ച് മാറ്റി നിർത്തുക, വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കൂദാശ വിശുദ്ധീകരിക്കുന്ന, എന്നെ ശുദ്ധിയാക്കണമേ കർത്താവേ, നിനക്ക് ശുദ്ധി വരട്ടെ. അപ്പോൾ അയാളുടെ ഒരു മനസ്സൊന്ന് ഓർത്ത് വയ്ക്കാം. ഇടിപിടിച്ച് അങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നൊരു കാര്യമല്ല. കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്തൊരു എളിമയോടുകൂടിയാണ് നമ്മൾ ഈ പ്രസാദവരം, കുമ്പസാരം കഴിയുമ്പോഴും പ്രസാദവരം നമ്മൾ ചോദിക്കണം. അടുത്തുള്ള വീട്ടിലെ ചേട്ടനല്ലല്ലോ പ്രസാദവരം തരുന്നത്, ദൈവപിതാവല്ലേ പ്രസാദവരം തരുന്നത്. ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നൽകുന്നതാണ് പ്രസാദവരം. അപ്പോൾ പിതാവായ ദൈവം തരും, അങ്ങേർക്ക് വേണമെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നാൽ കിട്ടുമോ? നമ്മൾ എളിമപ്പെട്ട് ചോദിക്കണ്ടേ? ഈ കുഷ്ഠരോഗി ചോദിക്കുന്നത് കണ്ടോ? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കുന്ന, എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആ ധൂർത്തപുത്രൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിച്ച ആ പ്രസാദവരം എനിക്കും തരണമേ. അപ്പോൾ കുമ്പസാരിക്കാതിരിക്കുന്നവർ, അവർക്ക് പ്രസാദവരം കിട്ടുമോ? കുമ്പസാരത്തിലൂടെ കിട്ടേണ്ടത് കുമ്പസാരത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ PSC വഴി ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പിന്നാമ്പുറത്ത് പിൻവാതിൽ നയം ഒക്കെ ചില രാഷ്ട്രീയക്കാർ ചെയ്യാറുണ്ട്. അതുപോലൊരു പണി
ദൈവം ചെയ്യല. കാരണം ദൈവം ഒരു സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ്. കുംഭസാരം കുർബാന സ്വീകരണം. വേറെ കുറേ പേർക്ക് വേറെ വഴി അനുഗ്രഹം അങ്ങനെയില്ല. കുംഭസാരത്തിലൂടെ നൽകാനുള്ളത് കുംഭസാരത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. കുർബാന സ്വീകരണത്തിലൂടെ കിട്ടാനുള്ളത് കുർബാന സ്വീകരണത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാം വായനയിലും വീണ്ടും നമ്മളോട് പറയുന്ന കാര്യമാണ്, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഈശോയെ വളരെ പ്രകടമായിട്ട് സ്വന്തമാക്കാനായിട്ടുള്ള അവസരമാണല്ലോ പരിശുദ്ധ കുർബാന സ്വീകരണം, കുംഭസാരം. ഇത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ വേണ്ട എന്ന് പറയുന്നതിന് തുല്യമല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്, ഈ അപ്പം ഭക്ഷിക്കാത്തവന് ജീവൻ ഇല്ല. യോഹന്നാൻ 10:10 പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. നമുക്ക് ഈ കൂദാശകളൊക്കെ സ്വീകരിക്കാതെ പോയാൽ, അങ്ങനെ ഒരു ജീവിതാവസ്ഥയിലൂടെ നാളുകൾ ഇങ്ങനെ കടന്നു നീങ്ങുമ്പോൾ നമുക്ക് തന്നെ തോന്നിയില്ലേ, എന്തോ ഒരു ചത്തതുപോലെ, ഒരു ഉന്മേഷമില്ല, ഒരു ഉത്സാഹമില്ല, എവിടെയൊക്കെ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യല്, ജീവനില്ലാത്തതുപോലെ തോന്നും. എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ഈ ആത്മീയ ഉത്കർഷത്തിന് കാരണമാകുന്ന ഈ കൂദാശകളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് ജീവനുണ്ടാകും. നമുക്ക് തന്നെ ഒരു ആത്മീയ ഉണർവ് തോന്നും. നമുക്ക് തന്നെ സ്വയം ഒരു അഭിമാനം തോന്നും. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. നാം ദൈവത്തിൻ്റെ കൂടെയാണെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് ഈശോ പറയുന്നത് ജീവനെ സ്വന്തമാക്കുക. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വചനമാണ്, എന്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറയുകയാണ്, 1 യോഹന്നാൻ 5:14, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള ഉറപ്പ്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ആ കുഷ്ഠരോഗിക്ക് ഈശോയുടെ മനസ്സറിയാം. അതുകൊണ്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു, കർത്താവേ, മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അത് കേട്ടപ്പോൾ ഈശോ ഉടനെ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടടാ, എനിക്ക് മനസ്സുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ. അപ്പോൾ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിച്ചാൽ, പ്രിയ ദൈവവേദലെ, നിന്നോട് ഭക്ഷിക്കരുതെന്ന് ആ പറുദീസയിൽ പറഞ്ഞപ്പോഴത് ഭക്ഷിച്ചപ്പോൾ അതൊരു പാപമായെങ്കിൽ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ സങ്കടത്തിന് കാരണമാകിയല്ലേ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ചേർന്ന് നിൽക്കാം. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, നീ വരേണേ ജീവനായി ജീവനേകും ഭോജ്യമായി പിരിയാതെ എൻ നാഥനെ ഉള്ളിൽ വാഴണമേ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, നീ വരേണേ ജീവനായി ജീവനേകും ഭോജ്യമായി പിരിയാതെ എൻ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ, നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. യേശുവേ, നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേ
ഗീതം പാടി ഞങ്ങൾ നാഥന്റെ കൈകളിലായി. ജീവിതം കാഴ്ചയായേകാൻ സ്വീകരിക്കണമേ സ്നേഹനാഥ. അർപ്പണഗീതം പാടി ഞങ്ങൾ നാഥന്റെ കൈകളിലായി. ജീവിതം കാഴ്ചയായേകാൻ സ്വീകരിക്കണമേ സ്നേഹനാഥ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യാൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിന്റെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിപൂർവ്വം സ്വീകരിക്കണമേ. ഭക്തി പുരസ്സരമുള്ള വിശ്വാസത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നവ സ്വർഗീയ കൂദാശകളാൽ സ്വന്തമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യ മഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മറിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു.
ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ്
സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപട യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ കൂദാശയുടെ പങ്കാളിത്തം വഴി ഞങ്ങളെ സ്പർശിക്കുന്ന ദൈവമേ, അതിൻ്റെ ശക്തിയുടെ ഫലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങനെ അങ്ങേ ദാനം സ്വീകരിക്കാൻ അതേ ദാനത്തിലൂടെ ഞങ്ങൾ യോഗ്യരാക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.